ആശയം, പ്രത്യയശാസ്ത്രം ഇവയൊന്നുമല്ല അതെടുത്തു പെരുമാറുന്ന നേതാക്കൾ സഹജീവികളോട് വെച്ച് പുലർത്തുന്ന സമീപനവും ആ നേതാക്കളുടെ സാമാന്യബോധവും അവരുടെ സാമൂഹ്യ ബുദ്ധിയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന ശൈലിയും മനോഗതിയുമൊക്കെയാണ് രാഷ്ട്രീയ കക്ഷികളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമൊക്കെ അടിസ്ഥാനം. ഉദാഹരണത്തിന് ഇ കെ നയനാർ പാർട്ടിയുടെ മുഖമായിരുന്ന കാലത്ത് CPM മലയാളികളുടെ മനസ്സിൽ പാൽപ്പേട പോലെ മധുരിച്ചു കിടന്നു. അക്കാലത്തൊക്കെ സഖാക്കൾ ഒരുമാതിരി പരോപകാരികളെ പോലെ കാണപ്പെടുകയും ചെയ്തു. സഖാവ് VS അച്യുതാനന്ദൻ നായകനായിരുന്നപ്പോൾ ഇഞ്ചി മിഠായി പോലെ കേരളീയർ പാർട്ടിയെ ആസ്വദിച്ചു. എരിവും മധുരവും ഒരുപോലെ, പാകത്തിന് സമാസമം. ഉശിരോടെയും അഭിമാനത്തോടെയും അണികൾ വിലസി. സഖാവെന്ന് പറഞ്ഞാൽ അല്പസ്വല്പം വിലയൊക്കെ ഉള്ള കാലമായിരുന്നു അത്. ആ കാലം, അതായത് പാർട്ടിയുടെ നല്ല കാലം, അത് VSൽ അവസാനിച്ചു. എന്നാൽ പിണറായി വിജയൻ പാർട്ടിയുടെ ഉടമയായപ്പോൾ, അല്ലെങ്കിൽ യജമാനനായപ്പോൾ സംഗതി ആകെ മാറി. പാർട്ടി പാഷാണമായി പൊതുസമൂഹത്തെ ബാധിച്ചു തുടങ്ങി. ഇന്ന് കേരളീയരുടെ ജീവിതത്തിനൊപ്പം സയാമീസ് ഇരട്ടയെപ്പോലെ ദുരിതങ്ങൾ പറ്റിച്ചേർന്നു നിൽക്കുകയാണ്. പട്ടാപ്പകൽ നാട് കൊള്ളയടിക്കപ്പെടുകയാണ്. സഹകരണ ബുദ്ധിയോടെ കമ്മികൾ സഹകരണ ബാങ്കുകൾ കക്കുകയാണ്, വടിച്ച് നക്കുകയാണ്. കിളുന്തു കമ്മികൾ സധൈര്യം സഹപാഠിയെ തല്ലിക്കൊന്ന് കെട്ടിത്തോക്കുന്നു. ഭീഷണിയുടെ മനുഷ്യരൂപങ്ങളായി നവകാല കമ്മ്യൂണിസ്റ്റുകൾ കാണപ്പെടുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു, ശമ്പളം വൈകുന്നു, കക്കാനുള്ള പണം പോലും കടമായി വാങ്ങേണ്ട നില വരുന്നു. തെരുവ് ഗുണ്ടകളും കവലച്ചട്ടമ്പികളും സാമ്പ്രദായിക കൊട്ടേഷൻ തൊഴിലാളികളുമൊക്കെ പാർട്ടിക്കാർക്ക് മുന്നിൽ അപ്രസക്തരാകുന്നു. നല്ല സഖാക്കൾ ദുഃഖത്തോടുകൂടി ഉൾവലിയുന്നു. നല്ല സഖാക്കൾ ദുഃഖത്തോടുകൂടി അവനവനിലേക്ക് ചുരുങ്ങുന്നു, നിശബ്ദരാകുന്നു, നിഷ്ക്രിയരാകുന്നു. ജീവനോടുകൂടി തന്നെ നിർജീവരാകുന്നു. അതായത് നാശകാലത്തിലൂടെ നടത്തിച്ചുകൊണ്ട് പാർട്ടിയെ അതിൻ്റെ അന്ത്യത്തിലേക്ക് നയിക്കുകയാണ് പിണറായിയും സംഘവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമോ മാറിയത് കൊണ്ടല്ല ഇങ്ങനെ നാശത്തിന്റെ വക്കിലേക്ക് പാർട്ടി എത്താൻ കാരണം. കൃഷ്ണപിള്ളയും അച്യുതമേനോനും AK ഗോപാലനും MN ഗോവിന്ദൻ നായരും EMS നമ്പൂതിരിപ്പാടും TV തോമസും ബലറാമും K ദാമോദരനും KR ഗൗരിയമ്മയും PK വാസുദേവൻ നായരും EK നയനാരും അതുപോലെ തന്നെ നമ്മുടെ അച്യുതാനന്ദനും നായകരായി ഉണ്ടായിരുന്ന കാലത്തുള്ള ആശയവും പ്രത്യയശാസ്ത്രവും ഒക്കെ തന്നെയാണ് ഇന്നുമുള്ളത്. എന്നാൽ മേപ്പടി നേതാക്കന്മാരുടെ സാമൂഹ്യ ബോധവും പൗരബുദ്ധിയും സഹജീവി സ്നേഹവും മനോഗതിയും ഒന്നും ഇന്നത്തെ നേതാക്കൾക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ പോലെയൊന്നും പാർട്ടിക്ക് മതിപ്പും വളർച്ചയും ജനപ്രീതിയും നൽകാൻ ഇന്നുള്ളവർക്ക് കഴിയുന്നില്ല. പകരം അവമതിപ്പും തളർച്ചയുമാണ് ഇന്നത്തെ നേതാക്കൾ പാർട്ടിക്ക് സമ്മാനിക്കുന്നത്. എല്ലാത്തിനും കാരണം മാറോളി കോരന്റെയും ആലക്കാട്ട് കല്യാണിയുടെയും ദാമ്പത്യാവക്ഷിപ്തം പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിച്ചതും മാത്രമാണ്. അതോടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ നാശത്തിന്റെ വക്കിലേക്ക് വളരെ സ്വാഭാവികമായും എത്തിയത്. മോശം നേതാവ് നാടിന് നാശവും പാർട്ടിക്ക് പതനവും സമ്മാനിക്കും. ഇതിപ്പോൾ പറയാൻ കാരണം ഒരു ഗണപതി വട്ടനാണ്. എന്ന് വെച്ചാൽ K സുരേന്ദ്രന്റെ ഗണപതി വട്ടമാണ് ഗണപതി വട്ടം. വിശേഷണങ്ങൾ വേണ്ടാത്ത ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കും കണ്ടമാനം വിശേഷണങ്ങൾ ആവശ്യമുള്ള ശ്രീമതി ആനി രാജ എന്ന ചെമ്പുട്ടിക്കും എതിരെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിയാണ് ശ്രീമാൻ K സുരേന്ദ്രൻ. 18-ാം വയസ്സിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും ABVPയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിക്കൊണ്ട് സുരേന്ദ്രൻജി തന്റെ നേതൃജീവിതം ആരംഭിച്ചു. പ്രായം 21-ലെത്തിയപ്പോൾ ഭാരതീയ യുവമോർച്ചയുടെ വയനാട് ജില്ലാ പ്രസിഡന്റായി. ശേഷം സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷൻ എന്നീ പദവികളിലിരുന്ന് യുവമോർച്ചയെ നയിച്ചു. 2009 ആയപ്പോഴേക്കും യുവമോർച്ചയ്ക്ക് വേണ്ടുന്ന യുവത്വം K സുരേന്ദ്രനിൽ കാണപ്പെടാതിരുന്നതുകൊണ്ട് അക്കാലം മുതൽ 2020 വരെ അദ്ദേഹത്തിന്റെ നേതൃപാടവത്തെ BJPയിലേക്ക് വഴിതിരിച്ചുവിട്ടു. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സുരേന്ദ്രൻജി 11 കൊല്ലക്കാലം സേവനമനുഷ്ഠിച്ചു. 2020 സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീധരൻ പിള്ളയെ ഗവർണർ ഉദ്യോഗം നൽകി മിസോറാമിലേക്ക് നാടുകടത്തിയിട്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് സുരേന്ദ്രൻജിയെ പാർട്ടി വാഴിച്ചു. അതായത് നിലവിൽ ഭാജപയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ K സുരേന്ദ്രൻ. സുരേന്ദ്രൻജി വന്നതോടെ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട് കഴിഞ്ഞു. വയനാട്ടിൽ സുരേന്ദ്രജിയോട് മത്സരിക്കുന്നതിലും ഭേദം വാരണാസിയിൽ നരേന്ദ്രജിയോട് മത്സരിക്കുന്നതായിരുന്നു എന്ന തോന്നൽ, ഒരുപക്ഷെ അങ്ങനെ ഒരു തോന്നൽ പോലും രാഹുൽ ഗാന്ധിജിയിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ക്ഷമിക്കണം,
എന്നാൽ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടത്തിലാക്കുമെന്ന് സുരേന്ദ്രൻജി പറഞ്ഞതോടുകൂടി വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് വെറും പാഴ്ചെലവായി മാറി. ഒരൊറ്റ വോട്ട് പോലും സുരേന്ദ്രൻജിയുടെ എതിരാളികൾക്ക് ഇനി ലഭിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് വോട്ടിടൽ എന്ന പ്രഹസനം? കെട്ടിവെച്ച കാശ് പോലും വാങ്ങാതെ സോണിയാഗാന്ധിജിയുടെ മകനായി രാഹുലും അതുപോലെ തന്നെ ഡി രാജയുടെ പത്നിയായി ആനിയും വെറും കൈയോടുകൂടി മടങ്ങുന്ന സാഹചര്യം വന്നു കഴിഞ്ഞു. വയനാട്ടിലെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണെങ്കിലും സുരേന്ദ്രജിയെ പലരും ഗണപതി വട്ടത്തിന്റെ പേരിൽ ഇപ്പോഴും വിമർശിക്കുന്നതായി കാണുന്നു. അവരോടാണ് പോങ്ങനത് പറയുന്നത്. സുരേന്ദ്രൻജിക്ക് ജാതിയോ മതമോ മനുഷ്യനോ ദൈവമോ അങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ല. ന്യായവും നീതിയും സത്യവും ധർമ്മവുമൊക്കെ സംരക്ഷിക്കപ്പെടണം. വോട്ട് പോലും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഗണപതിക്ക് തന്റെ മണ്ഡലത്തിൽ വോട്ടവകാശമൊന്നുമില്ലെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് സുരേന്ദ്രൻജി. എന്നിട്ടും ഗണപതിക്ക് വേണ്ടി ആ മനുഷ്യൻ നിലകൊള്ളുന്നില്ലേ? കാരണം എന്താ? നിരന്തരം അനീതിക്ക് ഇരപ്പെടുന്ന ഒരു ദൈവമാണ് ഗണപതി. കല്യാണം കഴിക്കണമെന്ന ഒരു ചെറിയ മോഹം പറഞ്ഞപ്പോൾ പിതാവായിട്ടുള്ള ശിവൻ പോലും നാളെ 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 ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയിട്ട് നീളെ ഗണപതിയെ പറഞ്ഞു പറ്റിക്കുന്നു. അല്ലേ? എന്തൊരു അന്യായമാണത്. അച്ഛൻ എന്നുള്ളത് പോട്ടെ, ദൈവം എന്ന നിലയിൽ ശിവൻ അമ്മാതിരി ഒരു വഞ്ചന നടത്താൻ പാടുണ്ടായിരുന്നു തന്റെ മകനോട്? പാടില്ലായിരുന്നു. അത് പോട്ടെ എന്ന് വെക്കാം, സ്വന്തം അച്ഛനാണല്ലോ ആ പണി ചെയ്തത്. എന്നാലോ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലൂടെ ഷെയ്ംസീറൻ എന്നു പേരായിട്ടുള്ള ഒരു തുപ്പല് കുത്തി മനുഷ്യരുടെ രൂപത്തിൽ നടക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ആ മഴുവ മാനവൻ പോലും ഗണപതിയെ വെറും മിത്താക്കി വിട്ടു. എന്ത് കാര്യത്തിന്? എന്തുപദ്രവമാണ് ഗണപതി ഷെയ്ംസീറനോട് ചെയ്തത്? എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ അറിവിലില്ല. സത്യം പറഞ്ഞാൽ ചെറിയൊരു തുമ്പിക്കൈ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഗണപതിയുടെ ഒരു ഫസ്റ്റ് കോപ്പി പോലെ കാണപ്പെടുന്നവനാണ് ഷെയ്ംസീറൻ, അല്ലേ? സൂക്ഷിച്ചു നോക്കിക്കേ, ആ മൊത്തത്തിലുള്ള ആ വടിവ്, ഒരു ചെറിയ ഒരു തുമ്പിക്കൈ ആ മൂക്കിന്റെ സ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിൽ അസൽ ഗണപതി, അല്ലേ? അങ്ങനെയുള്ള ഒരു തുപ്പല് കുത്തിയുടെ അധിക്ഷേപത്തിന് വരെ ഇരപ്പെട്ട ഗണപതിയെ അംഗീകരിക്കാൻ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കുന്നത് ന്യായമായും നീതിയല്ലേ? സത്യമായും ധർമ്മമല്ലേ? അല്ലേ? നമ്മൾ ആരും വിചാരിക്കുന്ന പോലൊരു പൊതുപ്രവർത്തകനല്ല നമ്മുടെ സുരേന്ദ്രൻജി. ജയിച്ചാലുടൻ ഇതുപോലെ ജനോപകാരപ്രദമായിട്ടുള്ള പല പരിഷ്കാരങ്ങളും സുരേന്ദ്രൻജി വയനാടിന് സമ്മാനിക്കും. അതൊന്നും നിങ്ങൾക്ക് അത്ര കണ്ട് നിശ്ചയമില്ലായിരിക്കാം. പോങ്ങന് പക്ഷെ നല്ല ബോധ്യമുണ്ട്. ഈ കാക്കവയൽ, ബാവലി, പുൽപ്പള്ളി എന്നീ സ്ഥലങ്ങളെ യഥാക്രമം കൃഷ്ണചതുരം, ഭദ്രകാളിമൂല, ശിവകോണം എന്നിങ്ങനെ പുനർനാമീകരിക്കും. അതുപോലെ ബിനാച്ചി എന്ന സ്ഥലനാമത്തെ അയ്യപ്പ വൃത്തം എന്ന് പരിഷ്കരിക്കും. അത് വേണ്ടതാണ്, തീർച്ചയായിട്ടും വേണ്ടതാണ്. കാരണം കൊടും കാട്ടിനുള്ളിലെ മലമുകളിൽ കയറി ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ സ്വസ്ഥമായിരുന്ന അയ്യപ്പസ്വാമിയെ ആസകലം അപമാനിക്കാനായി നാരീഗുണ്ടുകളെ ഒന്നൊന്നായി സന്നിധാനത്തേക്ക് സുടുദാസനായിട്ടുള്ള പിണുങ്ങാണ്ടി മോഴൻ തന്റെ അടിമക്കണ്ണരെ കൊണ്ട് എറിയിച്ചു. കാര്യം ഈ ഷെയ്ംസീറനെ പോലുള്ള തുപ്പലുകുത്തികളെ പ്രീതിപ്പെടുത്തി അവരുടെ വോട്ട് തട്ടാനാണെങ്കിലും ആ പോക്കണം കേട് അങ്ങനെ അങ്ങ് പൊറുക്കാൻ പറ്റുന്നതാണോ? അല്ലെന്ന് സുരേന്ദ്രൻജിക്ക് വളരെ നന്നായിട്ട് അറിയാം. സ്ഥലനാമ പരിഷ്കരണത്തോടുകൂടി അതിനെല്ലാം പരിഹാരമാവും. സ്ഥലനാമ പരിഷ്കരണമാണ് അതിനുള്ള ഒരേ ഒരു മറുപടി. നമ്മുടെ ഈ സുരേന്ദ്രൻജിയെ പോലെ വളരെ ദിശാബോധമുള്ള ഒരു നേതാവുള്ളതാണ് കേരളത്തിലെ BJPയുടെ കരുത്ത്. BJPക്ക് വളർച്ച പകരാൻ ഒരുപക്ഷെ പിണുങ്ങാണ്ടിച്ചേട്ടനോളം പറ്റുന്നില്ലെങ്കിലും സുരേന്ദ്രൻജിയുടെ രാഷ്ട്രീയ തന്ത്രം ഭേദപ്പെട്ട നിലയിൽ ഭാജപയ്ക്ക് ഗുണമൊക്കെ ആകുന്നുണ്ട്. സുടുദാസരായിട്ടുള്ള കമ്മികൾ ഉസ്തകുത പ്രീതിക്കായി സിദ്ധാർത്ഥനെ പട്ടിണിക്കിട്ടു, ദാഹജലം നിഷേധിച്ചു, തല്ലിച്ചതച്ചു, കൊന്നുകെട്ടിത്തൂക്കി. ആ കൊടും ക്രൂരത വയനാട്ടിലാണ് നടന്നത്. സിദ്ധാർത്ഥന്റെ ഘാതകരെ രക്ഷപ്പെടാൻ വിടില്ലെന്നും സകല കൊലയാളികൾക്കും തൂക്കുകയർ സമ്മാനിക്കാൻ പാകത്തിന് പിഴവറ്റ അന്വേഷണം നടത്താൻ കഴിയുന്ന സാഹചര്യം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നും പറയാൻ സുരേന്ദ്രൻജി നാവ് വളച്ചില്ല. ആളുകളുടെ കയ്യടി വാങ്ങാനായിരുന്നേൽ അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് മതിയായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥനെ കുറിച്ച്, ആ കുഞ്ഞിന്റെ പടുമരണത്തെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള വേവലാതിയോ ബുദ്ധിമുട്ടുകളോ പ്രയാസമോ സുരേന്ദ്രൻജി പ്രകടിപ്പിച്ചു കണ്ടില്ല. കാരണം കയ്യടി വേണ്ട, ആളുകളെ കബളിപ്പിക്കുന്ന സ്വഭാവം സുരേന്ദ്രൻജിക്കില്ല. കേരയിൽ വരും കേട്ടാ
എന്ന് പറഞ്ഞപ്പോൾ പിണുങ്ങാണ്ടിക്ക് കിട്ടിയ കയ്യടി നിങ്ങൾ കേട്ടതല്ലേ? കഴിഞ്ഞ 7-8 കൊല്ലമായി ഈ തള്ളൻ വിജയന്റെ വായ അങ്ങേർക്ക് വാങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തിട്ടുള്ള കയ്യടികൾക്ക് കണക്കുണ്ടോ? തന്റെ പൊണ്ടാട്ടി പെറ്റവളെ അഴിക്കകത്ത് കിടത്താതിരിക്കാനായി സ്വന്തം മൂലക്കുഴി വരെ കേന്ദ്രത്തിന് പണയം വെച്ചിരിക്കുകയാണ് മരമന്നൻ. കുറഞ്ഞപക്ഷം അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ഒരു പ്രതീതി കുറെയെങ്കിലും നാട്ടുകാർക്കുണ്ട് അല്ലേ? ആ കുനിഞ്ഞു നിൽപ്പിനിടയിലും അയാളുടെ വായ അതിന്റെ പണി ചെയ്യുന്നുണ്ട്, നല്ലോണം ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തെ തള്ളറയാക്കി മാറ്റുകയാണ് ആ പിണുങ്ങാണ്ടി നാവ്. അടിമക്കണ്ണരുടെ കയ്യടി മലിനീകരണം അന്തരീക്ഷമാകെ പടരുകയാണ്. ആ മരമന്നൻ പറ്റിക്കാനേ പറയൂ, പറഞ്ഞേ പറ്റിക്കൂ. എന്നാൽ സുരേന്ദ്രൻജി കയ്യടി മലിനീകരണത്തിനായി ഒന്നും തന്നെ പറയില്ല, പറ്റുന്നതേ പറയൂ. ചെയ്യാൻ പറ്റാത്തത് പറയുന്ന ശീലം സുരേന്ദ്രൻജിക്ക് തീരെയില്ല. അതുകൊണ്ടാണ് സിദ്ധാർത്ഥ ഘാതകർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്തുമെന്ന് ആൾ പറയാത്തത്. എന്നുവെച്ചാൽ പുള്ളിയെ കൊണ്ട് അതിന് പറ്റില്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ജീവിതത്തെ പിടിച്ച് നിഷ്കരണം സമൃദ്ധിയിൽ അകപ്പെടുത്തുമെന്ന് ആ മനുഷ്യൻ ഭീഷണി പറഞ്ഞോ? ഇല്ല. പൊതുവേ നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഏത് പാർട്ടിയുടെ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാലും ഇതുപോലുള്ള ഡാവടികളൊക്കെ നടത്തുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ വികസനം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമെന്ന് പറഞ്ഞ് സുരേന്ദ്രൻജി നാടാകെ ഭയം വിതറിയോ? ഇല്ല, അങ്ങനെയും ചെയ്തില്ല. കിടപ്പാടം കൊടുക്കാമെന്ന് പറഞ്ഞ് പുറമ്പോക്കിൽ കിടക്കുന്നവരെ അദ്ദേഹം കൊതിപ്പിച്ചുമില്ല. കയ്യടി ഉന്നമിട്ട് ഒന്നും തന്നെ ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. കാരണം അതൊന്നും ചെയ്യാനുള്ള ത്രാണി തനിക്കില്ലെന്ന ബോധ്യം ആ മനുഷ്യനുണ്ട്. സ്വന്തം തോളിലിരുന്ന ഇരുമുടിക്കെട്ട് പോലും നിലത്തു വീഴാതെ നോക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു മനുഷ്യനുമേൽ അമിത പ്രതീക്ഷയൊന്നും വയ്ക്കാൻ ഈ പോങ്ങനില്ല. അത്രയൊന്നും ക്രൂരനല്ല പോങ്ങൻ. മാത്രവുമല്ല, സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുന്നതോടുകൂടി വയനാട്ടുകാരുടെ ജീവിതത്തിന്റെ വട്ടച്ചെലവിന് വേണ്ടതൊക്കെ ചെയ്തു നൽകാനുള്ള ചുമതല ഗണപതിയുടെ തുമ്പിക്കൈക്കാവും ഉണ്ടാവുക. എല്ലാം ഗണപതി നോക്കട്ടെ അല്ലേ? അതാണ് മര്യാദ. എന്തായാലും മലയാളക്കരയെ ഭരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ സുരേന്ദ്രൻജി ഭാജപയെ വളർത്തിയെടുക്കുമെന്ന് ഉറപ്പാണ്. സ്വാഭാവികമായും അക്കാലത്ത് മുസ്ലിം ലീഗും SDPIയും അതുപോലെ തന്നെ കമ്മ്യൂണൽ പാർട്ടി ഓഫ് മുഹമ്മദ് റിയാസനം എന്നതിൻ്റെ ചുരുക്കെഴുത്തായിട്ടുള്ള CPM ഒക്കെ NDAയുടെ ഭാഗമാകും. അന്ന് കേരളത്തിന്റെ പേര് മറുതമൂല എന്നാക്കാൻ കഴിയുമോ? ഉണർന്നു വരുന്ന ഒരു ഹിന്ദു എന്ന നിലയിൽ ഈ ഒരു എളിയ അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് ഘോര വർഗീയവാദിയും കണ്ടമാനം ഉഗ്രനുമായിട്ടുള്ള ഈ മുത്തുപോങ്ങൻ ഗണപതി വട്ടന്, എന്തായാലും ഗണപതി വട്ടം എന്ന ആശയത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ നാവടി ഇവിടെ നിർത്തുന്നു. ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ പിണക്കം പറ്റിയവർ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ധാരാളം അളവിൽ പിരിഞ്ഞു പോകുമെന്ന് പോകൻ നന്നായിട്ട് അറിയാം. പോകന്റെ ഓരോ വീഡിയോ കഴിയുമ്പോഴും കുറേ പേർ പോകും. ചിലപ്പോൾ കോൺഗ്രസുകാർ, മറ്റു ചിലപ്പോൾ സംഖ്യകൾ. കമ്മികളും സുടുക്കളും ഒന്നും ഒട്ടും തന്നെ പോവാറില്ല. കാരണം കമ്മികളും സുടുക്കളും ഒക്കെ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇവിടെ എത്തി 1-2 തെറി സമ്മാനിച്ച് പോകുമെന്നല്ലാതെ അവരാരും ഈ ചാനലിന്റെ വരിക്കാരല്ല. അതുകൊണ്ട് പോങ്ങൻ ഒന്നേ പറയാനുള്ളൂ, അന്ധമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ബോധമോ മതബാധയോ ഉള്ളവർ പോങ്ങനൊപ്പം സഞ്ചരിക്കുന്നത് നിങ്ങളുടെ മനോവേദനയ്ക്ക് കാരണമാകും. മതാതീതമായ ദേശീയ ബോധവും ജാതിബാധിതമല്ലാത്ത മാനവിക ബുദ്ധിയും വിധേയത്വരഹിതമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമാണ് പോങ്ങനുള്ളത്. സകല മതദൈവങ്ങളെയും സമഭാവനയോടുകൂടിയാണ് പോങ്ങൻ സമീപിക്കുന്നത്. എന്നാൽ ദൈവങ്ങളുടെ പേരിൽ ചാവാനും കൊല്ലാനും നടക്കുന്ന മതബാധിതരെ സാമൂഹ്യ വിപത്തുകളായി കണ്ട് അവരെ എതിർക്കുകയും മാനസിക രോഗികളായി മനസ്സിലാക്കി അവരോട് വ്യസനം രേഖപ്പെടുത്തുകയും ചെയ്യും. പറഞ്ഞു വന്നത് ഇത്രമാത്രം. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാവില്ല പോങ്ങൻ. അതുപോലെ തന്നെ എല്ലാവർക്കും തൃപ്തി നൽകാനുള്ള പാങ്ങും പോങ്ങനില്ല. എങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് മടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം. മോശം നേതാവ് മാനവരാശിക്ക് നാശവും സമ്മാനിക്കും, നാടിനെ നാറാണക്കല്ലും പിടിപ്പിക്കും. അത് മറക്കരുത്. നമുക്കെല്ലാം നല്ലത് വരട്ടെ. എല്ലാവർക്കും നന്മകൾ, എല്ലാവരോടും സ്നേഹം. Take a train ride just to see you. Ride for hours.